പോകണോ? പോകണോ? ഓക്കെ. Yes, good evening. Good evening, sir. Okay, Alpha. Okay, Jasna. എങ്ങനെയുണ്ടായി ജസ്ന? ചേന്നമംഗലം ഭാഗത്തെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ ആഘോഷ പരിപാടികൾ പങ്കെടുത്ത തൊണ്ടക്കൊന്ന് പയ്യേ ഭയങ്കര ചുമയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആരംഭിച്ചാലോ? വെയിറ്റ് ചെയ്യണോ? ഭാവന ഗണേഷ് ആരംഭിക്കാറായോ? നിങ്ങളൊരു ഗ്രീൻ സിഗ്നൽ തന്നാൽ ഞാൻ ആരംഭിക്കും. ആരംഭിക്കാം സാർ. ഇനി വരുമോ? 5 മിനിറ്റ് കഴിഞ്ഞില്ലേ? അല്ല, വെയിറ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ഡിപ്ലോമാറ്റിക് ആയ തീരുമാനം അല്ലേ? യെസ്, ഓക്കെ. ഇപ്പൊ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തില്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പൊ ഇന്ന് നമ്മള് പുതിയൊരു യൂണിറ്റ് നമ്മൾ ആരംഭിക്കുകയാണ്. യൂണിറ്റ് നമ്പർ 8 ADVERBS, ADVERBS. ഇതാണ്
പിന്നെ നമ്മൾ ആരംഭിക്കുന്ന യൂണിറ്റിന്റെ പേര് യൂണിറ്റ് നമ്പർ 8 ആഡ്വർബ് എന്നുള്ളതാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചില സെന്റൻസുകളൊക്കെ നോക്കിയിട്ട് ആഡ്വർബ് എന്താണ് നമുക്ക് പറയാം. ഓക്കെ, ഞാനിപ്പോ ഒരു വാചകം പറയുകയാണ്. ഹി ഈസ് എ ബോയ്. അവൻ ഒരു ആൺകുട്ടിയാണ്. ഈസ് എ ബോയ്. അപ്പൊ ഹി എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആണ്, ഈസ് എന്ന് പറയുമ്പോൾ വെർബാണ്, ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓബ്ജക്റ്റ് ആണ്. പക്ഷെ അത് ഒരു വസ്തുവിന്റെ പേര്, നൗൺ തന്നെയാണ്. അപ്പൊ ആദ്യം പറഞ്ഞ ഹിയും അവസാനം പറഞ്ഞിട്ടുള്ള ബോയും രണ്ടും നൗൺ, പേര് തന്നെയാണ്. അപ്പൊ രണ്ടിനെയും നമുക്ക് നൗൺ എന്ന് പറയാം. ആ ബോയ് എന്ന് പറയുന്ന നൗൺ ഇതിന്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് പോലെയാണ് വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് നൗണാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെന്റൻസിൽ ഞാൻ ഒരു വ്യത്യാസം വരുത്തുകയാണ്. ഹി ഈസ് എ ഗുഡ് ബോയ് എന്ന് പറയും. ഹി ഈസ് എ ഗുഡ് ബോയ്. അപ്പൊ എന്താ അർത്ഥം? അവനൊരു നല്ല കുട്ടിയാകും. അപ്പൊ സബിക, അപ്പൊ ഗുഡ് എന്ന് പറഞ്ഞ സംഗതി എന്തായിരിക്കും? ആഡ്വർബ്. ആഡ്വർബ് അല്ല. എനിക്ക് തോന്നി അത് പറയുമെന്ന്. യെസ്, ഓക്കെ. അത് എന്തിനെ വിശേഷിപ്പിക്കുന്നതാണ്? ബോയിനെ വിശേഷിപ്പിക്കുന്നതാണ്. എങ്ങനെയുള്ളത്? നല്ലവനായ കുട്ടി. അല്ല, ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേര് അജക്റ്റീവ് എന്നാണ്. ഞാൻ പറയുന്നത് അജക്റ്റീവ്. ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടത്, മറന്നുപോയതാണ്. അതിനെ പറയുന്ന പേരാണ് അജക്റ്റീവ്. ഓക്കെ, റെഡി. അപ്പൊ അതിനെ പറയുന്ന പേരാണ് അജക്റ്റീവ്. അജക്റ്റീവ് എന്നുള്ളതിന് വേറൊരു പേരാണ് നാമവിശേഷണം, അജക്റ്റീവ്. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണ്. ഷീ ഈസ് എ റിച്ച് ലേഡി. ഷീ ഈസ് എ റിച്ച് ലേഡി. നിസിയ. ഓക്കെ, ഇതൊക്കെ ഓരോന്ന് എന്തൊക്കെയാണെന്ന് പറയാമോ? ഷീ ഈസ് എ റിച്ച്. മോള് പറഞ്ഞു. ഓക്കെ, കേട്ടില്ല. ഷീ ഈസ് എ റിച്ച് ലേഡി. അവൾ ഒരു പണക്കാരിയായ സ്ത്രീയാണ്. അപ്പൊ ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് വേണം. ഷീ എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. ഓക്കെ, ഈസ് വെർബ്. ഓക്കെ, റിച്ച് അഡ്ജക്റ്റീവ്. ഓക്കെ. ഒരു ലേഡി എളുപ്പമുണ്ടല്ലോ. ലേഡി അതും ഒരു പേര് തന്നെയാണ്. ഒരു നൗണാണ്. ഓക്കെ, ഷീനെ വിശേഷിപ്പിച്ചേക്കുന്നതല്ലേ റിച്ച് ലേഡി എന്ന് പറഞ്ഞത്? ലേഡിയെ വിശേഷിപ്പിക്കുന്നതാണ്. ഷീ ഈസ് എ ലേഡി എന്നുള്ളതിന് പകരം ഷീ ഈസ് എ റിച്ച് ലേഡി. അപ്പൊ ഓക്കെ, ലിസിയ കറക്റ്റ് ആണ്. അപ്പൊ ലിസിയ പറഞ്ഞ കറക്റ്റ് ആണ്, റിച്ച് ലേഡി. അപ്പൊ ഒരു വസ്തുവിനെയോ ഒരു പേരിനെയോ ഒരു നൗണിനെയോ, നൗൺ എന്ന് പറഞ്ഞാൽ നാമം, അതിനെ വിശേഷിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ്. ഓക്കെ, അഡ്ജക്റ്റീവ്. യെസ്. വേറൊരു വാചകം ഞാൻ പറയാം, അത് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ കുറിച്ച് പറയാം. The boy walked, W-A-L-K-E-D, walked slowly, S-L-O-W-L-Y, slowly. Okay, ഇനി ഇവിടെ നോക്കുക. The boy walked slowly. ഓക്കെ, അപ്പൊ നമുക്ക് നസീമ ഇതിന്റെ സംഗതികളൊക്കെ ഒന്ന് പറഞ്ഞു. നസീമ. ഓക്കെ, ആൽഫ.
കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ആൽഫ, ഇനി ഇത് പറയാനായിട്ട് സാധിക്കുന്നത് സബീകർക്ക് മാത്രം. സബീക യെസ് സർ. പറഞ്ഞോളൂ. ബോയ് സബ്ജക്റ്റ്, ഒന്നുകൂടി പറയാൻ കേട്ടില്ല. ബോയ് എന്നുള്ളത് സബ്ജക്റ്റ്, വെരി ഗുഡ്. പിന്നെ വർക്ക്ഡ് എന്നുള്ളത് വെർബ്, വെരി ഗുഡ്. ഓക്കെ. പിന്നെ സ്ലോലി എന്നുള്ളത് അഡ്ജക്റ്റീവ് ആയിരിക്കും. നേരത്തെ ആഡ്വർബ് എന്ന് പറഞ്ഞപ്പോൾ അത് അഡ്ജക്റ്റീവ് ആയിരിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം ഉറപ്പിച്ച അഡ്ജക്റ്റീവ് ആണ്. അപ്പോ ഇവിടെ ഇത് തന്നെയാണ് നമുക്ക് അറിയേണ്ട ഒരു കേസ്. ശ്രദ്ധിച്ചാൽ മതി. നോക്കിയേ, ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതിനെ ആഡ്വർബ് എന്നും, നേരെ മറിച്ച് പ്രവൃത്തിയെ വിശേഷിപ്പിക്കാതെ ഒരു പേരിനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതിനെ നൗൺ, അതിനെ അഡ്ജക്റ്റീവ് എന്ന് പറയും. ഒന്നുകൂടി പറയാം. ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഒരു പ്രവൃത്തി അതിനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതിനെ ആഡ്വർബ് എന്നും, പ്രവൃത്തി എന്ന് പറയുമ്പോൾ വെർബ് അല്ലേ, വെർബിനെ വിശേഷിപ്പിക്കുമ്പോൾ ആഡ്വർബ്. നൗൺ ഒരു പേരിനെയോ ഒരു സ്ഥലത്തെയോ അങ്ങനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ്. മലപ്പോഴും നടക്കുന്നത് ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിച്ചാൽ അത് ആഡ്വർബും, ഒരു വ്യക്തിയെയോ ഒരു പേരിനെയോ നൗണിനെയോ വിശേഷിപ്പിച്ചാൽ അത് അഡ്ജക്റ്റീവ്. ഓക്കെ. അപ്പൊ സബിക ഇവിടെ നോക്കിയേ, ദ ബോയ്, സബിക പറഞ്ഞത് ശരിയാണ്. സബ്ജക്റ്റ് നടന്നു. നമ്മൾ ഈ വാക്ക് നടന്നു എന്ന് പറയുന്നത് വെർബാണ്. ആ വെർബിനോട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെ നടന്നു. ആ നടന്നു എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? സാവകാശം നടന്നു. അതായത് ബോയിനെ കുറിച്ച് അവിടെ പോലെ പറയുന്നില്ല. ഗുഡ് ബോയിന്നോ റിച്ച് ബോയിന്നോ ബ്രേവ് ബോയിന്നോ ഒന്നും പറയുന്നില്ല. ബോയിനെ എല്ലാമാണ് വിശേഷിപ്പിക്കുന്നത്. അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ആ ബോയ് നടന്നതിനെയാണ്. എങ്ങനെയാണ് നടന്നത്? സ്ലോലി. അപ്പൊ ആ സ്ലോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സബീക? ആഡ്വർബ്. ആഡ്വർബ്. ഞാൻ മര്യാദക്ക് ഏറ്റവും ആദ്യം ആഡ്വർബ് എന്ന് പറഞ്ഞാണ്. അന്നേരത്തെ സബ്ജക്റ്റ് ആണ് പറഞ്ഞു. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ സബ്ജക്റ്റ് ആണ്, അല്ല അഡ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞാണ്. അപ്പൊ അത് ആഡ്വർബായി അല്ലേ? കുഴപ്പമില്ല സബീക. ഇപ്പൊ മനസ്സിലായില്ല, ഇനി ഒരിക്കലും മറന്നുപോകില്ല. ഒരു പേരിനെ നൗണിനെ വിശേഷിപ്പിച്ചാൽ അത് അഡ്ജക്റ്റീവ്, ഒരു വെർബിനെ വിശേഷിപ്പിച്ചാൽ അത് ആഡ്വർബ്. അപ്പൊ സ്ലോലി എന്ന് പറയുന്ന വേർഡ് എന്താണ്? ആഡ്വർബാണ്. അപ്പൊ തന്നിരിക്കുന്ന വാചകത്തില് നിങ്ങൾ നോക്കുക, ആ ആക്ഷനെ വിശേഷിപ്പിക്കുന്ന വാക്ക് ഏതാണെന്ന് നോക്കുക. ആഡ്വർബിനെ പലതായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആഡ്വർബ് ഓഫ് മാനർ, ആഡ്വർബ് ഓഫ് ടൈം, adverb of place, adverb of frequency, adverb of certainty, adverb of degree, relative adverb, interrogative adverb എന്നൊക്കെ പറഞ്ഞ് പലതായിട്ട് ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്നും പോകണ്ട. നമുക്ക് എന്താണ് ആഡ്വർബ് എന്ന് അറിഞ്ഞിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സെന്റൻസ് തരുമ്പോൾ ആ സെന്റൻസിൽ കൊടുത്തിരിക്കുന്ന ആഡ്വർബ് ഏതാണെന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഒരു സെന്റൻസ് അങ്ങനെ തരും. എന്നിട്ട് ചോദ്യം ഇതായിരിക്കും, ദ ആഡ്വർബ് ഇൻ ദ സെന്റൻസ് ഈസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ദ ബോയ് വാക്ക്ഡ് സ്റ്റോറി എന്ന് പറഞ്ഞില്ലേ, ബോയ് കൊടുത്തിട്ടുണ്ടാവും ഓപ്ഷൻ നമ്പർ എ, രണ്ടാമത്തേല് വാക്ക്ഡ് കൊടുത്തിട്ടുണ്ടാവും ഓപ്ഷൻ നമ്പർ ബി, മൂന്നാമത്തേല് സ്റ്റോറി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിൻ്റെ അകത്ത് ഏതാണ് ആഡ്വർബ് നിങ്ങൾ പറയണം. ആഡ്വർബ് എന്താണെന്ന് പറയണമെങ്കിൽ എന്താണ് വെർബ് എന്നറിയാം. വെർബ് ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? ആഡ്വർബ്. പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നൊരു കൺഫ്യൂഷൻ വന്നാൽ ഓർത്തിരിക്കുക, അതിന് വെർബിന് 3 കാലങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കി, വാക്ട് നടന്നു, അതിന് നമുക്ക് പറയാം നടക്കും, നടക്കാറുണ്ട്, ചാടി ചാടും ചാടാറുണ്ട്, കുടിച്ചു കുടിക്കും കുടിക്കാറുണ്ട്. കേട്ടോ, അങ്ങനെ 3 കാലങ്ങൾ വെർബിന് പറയാൻ നമുക്ക് പറ്റും. നേരം പറിച്ച് ലേഡി എന്നുള്ളതിന് 3 കാലം പറയാൻ പറ്റും. അത് നൗണാണ്, വെർബല്ല. അപ്പൊ നൗണിന് 3 കാലങ്ങൾ പറയാൻ പറ്റില്ല,
വെർബിനാണ് സെന്റൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തന്നിരിക്കുന്ന വാചകത്തില് ക്രിയയെ വെർബിനെ വിശേഷിപ്പിക്കുന്ന വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഡ്വർബ് എന്ന് പറയുന്നത്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആഡ്വർബ് എന്താണെന്ന്? ഉണ്ടെന്നാണ് ഇല്ലെന്നാണ്? നോ സർ. നോ സാർ. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. ആഡ്വർബ് എന്താണ്? എന്താണ് നസീമ? നേരത്തെ നസീമിനെ വിളിച്ചു ഇവിടെ. കേട്ടില്ല അതോടാ. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു ഷൈൻ ചെയ്യാനായിട്ട്. അത് നഷ്ടപ്പെടുത്തിയില്ലേ? യെസ്. ചുമ്മാ പറഞ്ഞതാ. ഓക്കെ, അപ്പോ അതെന്താണെന്ന് പിടികിട്ടി. വെർബിനെ വിശേഷിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് നമ്മളെന്ത് പറയുന്നു? ആഡ്വർബ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു വാചകം പറയുകയാണ്. ആ വാചകത്തിന്റെ ഉള്ളില് ആഡ്വർബ് ഏതാണ് നിങ്ങൾ കണ്ടുപിടിച്ച് പറയാം കേട്ടോ. ചോദ്യം ഇതാണ്. 1, the girl ran fast. The girl ran fast. Okay, ചോദ്യം ഇതാണ്. ബ്രാക്കറ്റിൽ എഴുതിയോ? ഫൈൻഡ് the adverb. Find the adverb. 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 സാറ് പോയോ? ഭാവന ഒന്നും കേൾക്കുന്നില്ല. സാറ് പോയോന്നറിയില്ല. ഇനിയിപ്പോ ആരെങ്കിലും ക്വസ്റ്റ്യൻ എഴുതിയോ ഒന്ന് പറയുമോ? The girl ran fast. The girl ran Fast. സാർ പോയോ? അറിയില്ല കേട്ടോ.
കേൾക്കാമോ? Yes, sir. കേൾക്കാം സാറേ. സാർ സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്. ഓക്കെ 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 ഇപ്പൊ ക്ലിയർ ആയില്ലേ? Yes, sir. ഓക്കെ ഓക്കെ കേൾക്കാം. അതെ, ഇവിടുത്തെ ടെക്നിക്കലായിട്ടുള്ള കംപ്ലൈന്റ് പറ്റിയതാണ്. അതിന്റെ വീഡിയോ അതിന്റെ ഓഡിയോ ഔട്ടേക്ക്. അപ്പൊ അത് ശരിയാക്കി തരാൻ കഴിയുമോ? ഓക്കെ. ഞാൻ നിങ്ങളെ എല്ലാരെയും വിളിച്ചു. അപ്പൊ ആരും ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചപ്പോ ഞാൻ വിഷമിച്ചിരിക്കരുത്. യെസ്, ഓക്കെ. അപ്പൊ എന്തെങ്കിലും ടെക്നിക്കലായ എറർ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മെസ്സേജ് ഇട്ടേക്കണേ. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല. വൺ മാൻ ഷോ ആയിരിക്കും. യെസ്. അതെ, സാറിന് ഉണ്ടായിരുന്നില്ല. ന്യൂ ഇയർ ആയിട്ട് സാറ് മുങ്ങിയ വിചാരിച്ചു. നിങ്ങളെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാണ്? നിങ്ങള് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളല്ലേ. MT വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് ഏൽപ്പിച്ചത് MT1-നെയാണ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് പിള്ളേര്? ഇത്രയും നല്ല പിള്ളേര് ഈ സ്ഥാപനത്തിൽ വേറെ ഇല്ല എന്ന് പറഞ്ഞു. താങ്ക് യു സർ. അത്രയും നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും MT1-നെ കുറിച്ചുള്ളത്. യെസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വർദ്ധിച്ച ധൈര്യത്തോട് കൂടിയിട്ടാണ് ആദ്യമായിട്ട് ഈ ക്ലാസ്സിലേക്ക് കയറി വന്നത്. ഓക്കെ. അപ്പോ പിന്നീട് എനിക്ക് മനസ്സിലായി അവരുടെ കാൽക്കുലേഷൻ ഒരിക്കലും തെറ്റിയിട്ടില്ല. ദാറ്റ് ഈസ് വെരി കറക്റ്റ് എന്നാണ് മനസ്സിലായി. ഓക്കെ. അപ്പൊ പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആഡ്വർബ് എന്താണെന്നാണ്. ഓക്കെ. ഇവിടെ ഞാനൊരു വാചകം പറഞ്ഞു, ദ ഗേൾ റാൻ ഫാസ്റ്റ്. ഓക്കെ. അത് കഴിഞ്ഞ ശേഷം നസീമിനെ ഞാൻ വിളിച്ചത് ഇതിന്റെ അകത്തുള്ള ആഡ്വർബ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ആഡ്വർബ് എന്നാണ്. ഏതാണ് ഇതിനകത്ത് ആഡ്വർബ്? സാറേ എനിക്കത് അറിയില്ല. റാനാണോ? ആഡ്വർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു. കേട്ടില്ല, ഞാൻ വൈകി ക്ലാസ് കേറിയത്. ഇത് മനസ്സിലായ? ഒന്ന് നേരത്തെ കയറിക്കോളും എപ്പോഴും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അതിന്റെ തുടക്കം പിടികിട്ടുള്ളൂ. വൈകി കയറി കഴിഞ്ഞാലേ പണ്ടേ ഒരു പള്ളിയിലുള്ള ഒരു അച്ഛൻ, അദ്ദേഹം അവിടെ നിന്ന് സ്ഥലം മാറി വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോ അദ്ദേഹം സ്ഥലം മാറി പോകുന്നതിന് മുമ്പ് പോയപ്പോ അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് കൊടുക്കുകയാണ്. അപ്പോ അത് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് ആ സ്ഥലത്തെ MLA തന്നെയായിരുന്നു. ആ മീറ്റിംഗ്, യാത്രയപ്പ് സമ്മേളനം. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് MLA വരാനായിട്ട് വൈകി, കറക്റ്റ് സമയത്ത് വന്നില്ല. അതുകൊണ്ട് ഇവര് മീറ്റിംഗ് ആരംഭിച്ചു. അച്ഛന് മറുപടി പ്രസംഗം പറയാണ്. മറുപടി പ്രസംഗം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഇടവകയിലേക്ക് വന്നപ്പോ വളരെ പേടിച്ചെന്ന് വന്നത്. കാരണം ഈ ഇടവകയെ കുറിച്ച് കേട്ടിട്ടുള്ള പേരുകൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പേടിച്ചെന്ന് വന്നത്. ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് എന്നോട് ഒരാൾ വന്ന് കുമ്പസാരിച്ചു. അദ്ദേഹം അപ്പോൾ എന്നോട് പറഞ്ഞത് അദ്ദേഹം ചെയ്ത 2 കൊലപാതകങ്ങളെ കുറിച്ചാണ് എന്നോട് കുമ്പസാരിച്ചത്. അപ്പൊ തന്നെ ഞാൻ ഞെട്ടി. ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് ഞാൻ ഞെട്ടി. പക്ഷെ ഇപ്പോ 3 വർഷം ഞാനിവിടെ ജോലി ചെയ്ത് തിരിച്ചു പോകുമ്പോൾ എനിക്ക് നിങ്ങളെ കുറിച്ച് പറയാൻ നല്ലത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പ്രസംഗം അവസാനിപ്പിക്കാറായി. ആ സമയത്താണ് ആര് കയറി വന്നത്? MLA വരുന്നത്. അപ്പൊ പുള്ളി വളരെ വൈകിയ വന്നത്. അപ്പൊ MLAക്ക് 2 വാക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കണമല്ലോ. അപ്പൊ അദ്ദേഹം കയറി സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ പള്ളിയിലെ അച്ഛനുമായിട്ട് വളരെ അടുത്ത പരിചയമുണ്ട്. ഈ അച്ഛനെ ഇവിടെ ചാർജ് എടുക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഈ അച്ഛൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിച്ച ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ എന്തൊക്കെയാണ് മറ്റേ അച്ഛൻ പറഞ്ഞു വെച്ചെന്നുള്ള കാര്യം ഇയാൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ കൊലപാതകം ചെയ്ത ആ ആളാരാണെന്ന് പറയാതെ തന്നെ മനസ്സിലായി. ഞാൻ ഒരു കഥ പറഞ്ഞതാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ച് പോയെന്നുള്ള കാര്യം നമ്മൾ വിട്ടുപോകും. ഓക്കെ. ഇന്നിപ്പോ ചോദിക്കുന്ന എനിക്കൊന്നും അറിയില്ല. ഇന്നിപ്പോ ജനുവരി മാസം 1-ാം തീയതിയാണ്. ആഘോഷത്തെ തിരക്കൊക്കെ ഉണ്ടാവും. ഇന്നത്തെ ഞങ്ങൾ പോട്ടെ, ഡിലീറ്റ് ചെയ്തു. ഞാൻ കറക്റ്റ് സമയത്തിന് ഞാൻ എത്തും. അത് കഴിയുന്നതല്ല ഞാൻ ഉണ്ടാവും.
ഇതിനു മുമ്പുള്ള ക്ലാസ് എനിക്ക് 7:30 കഴിയും. പിന്നെ 7:30 കഴിഞ്ഞാൽ ഇവിടെ വരാനുള്ള കുറച്ച് സമയത്തിന്റെ ഒരു കുഴപ്പം അത് എത്തും. യെസ്. അപ്പോ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നസീമ, ഒരു വെർബിനെ, ഒരു പ്രവൃത്തിയെ അതിനെ വിശേഷിപ്പിക്കുന്ന വേർഡിനെയാണ് നമ്മൾ ആഡ് വെർബ് എന്ന് പറയുന്നത്. പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ അല്ല, ഒരു പ്രവൃത്തിയെ. നോക്കിയേ, ദ ഗേൾ, അത് ഒരു പേരാണ്, നൗണാണ്. അവൾ ചെയ്ത പ്രവൃത്തി എന്താണ്? റാൻ, ഓടി. അത് വെർബാണ്. റാൻ എന്നുള്ളത് എന്താണ്? വെർബാണ്. എങ്ങനെ ഓടി? ഓടിയതിനെ വിശേഷിപ്പിക്കുകയാണ്. ഫാസ്റ്റ്, വേഗത്തിൽ ഓടി. അല്ലാതെ ഗേളിനെ വിശേഷിപ്പിക്കുന്നതല്ല. ഓടി, ആ ഗേൾ ചെയ്ത ഒരു പ്രവൃത്തിയെ, ഒരു ആക്ഷനെ വിശേഷിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതിന്റെ അകത്തെ ആഡ്വർബ് ഏതാണ്? നസീമ, ഈ രാമായണം മുഴുവൻ വായിച്ചിട്ട് പെങ്ങളാന്ന് പറഞ്ഞ പോലെ ഉദ്ദേശിച്ചത് ഫാസ്റ്റ് ആണ്. പറഞ്ഞപ്പോ റാനായി പോയതാണ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്നിട്ട് മനസ്സിലാവാണെങ്കിലല്ല, വെർബിനെ വിശേഷിപ്പിക്കുന്നതിന് എന്ത് പറയുന്നു? ആഡ്വർബ്. അടുത്ത വാചകം ഞാൻ പറയാം. He acted, ACTED, acted bravely, BRAVELY, bravely. He acted bravely. Alpha? Yes, sir. ഈ തന്നിരിക്കുന്ന വാചകത്തിലെ ആഡ്വർബ് ഏതാണ്? Bravely. എങ്ങനെ മനസ്സിലായി? അദ്ദേഹം ആക്ട് ചെയ്തത് എങ്ങനെയാണെന്ന്. വെരി ഗുഡ്. ഹി ആക്ടഡ്, അവൻ പ്രവർത്തിച്ചു. ബ്രേവിലി, ധൈര്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചത്. അവൻ പ്രവർത്തിച്ചതിനെ വിശേഷിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ഇത് എന്താണ്? ഒരു ആഡ്വർബ്. ഓക്കെ. ഇനി ആൽഫയുടെ കയ്യിൽ നിന്ന് ഒരു ആഡ്വർബ് വെച്ചുള്ള വാചകം പറഞ്ഞേ. ഓക്കെ. ഒരു വാചകം പറയാൻ അതിൻ്റെ അതൊരു ആഡ്വർബ് ഉണ്ടാവും. ഓരോരുത്തരും ആലോചിച്ച് വെച്ചോട്ടോ. She looks beautiful. അവൾ ലുക്സ്, കാണപ്പെടുന്നു. എങ്ങനെ കാണപ്പെടുന്നു? ബ്യൂട്ടിഫുള്ളി. ഓക്കെ 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 ഓക്കെ. യെസ്. നിസിയ. സർ ഞാൻ പറയാം. ഓക്കെ. നസീമ പറഞ്ഞു. I wrote slowly. I wrote slowly. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ സ്ലോലി, സാവകാശം എഴുതി. കറക്റ്റ് ആണ്. നിസിയ. She sings beautifully. വെരി ഗുഡ്. ഒക്കെ ബ്യൂട്ടിഫുൾ ആണ് പിടിക്കുന്നത്. വേറെ എന്തോരം വാക്കുണ്ട്? ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. ഓക്കെ ഓക്കെ ഓക്കെ. നസീല. He speaks fluently. വെരി ഗുഡ്. ഹി സ്പീക്സ് ഫ്ലുവന്റ്ലി. അല്ലെങ്കിൽ നമുക്ക് ഹി സ്പീക്സ് ഹിന്ദി വാക്കുകൂടി ചേർക്കുക, ഫ്ലുവന്റ്ലി. ഹി സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തത് സബിക. സബിക പറയും. He is a handsome man. സംഗതി കറക്റ്റ് ആണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. നോക്കിയേ, ഹി ഈസ് എ ഹാൻസം മാൻ. അപ്പോ അതിൻ്റെ അകത്ത് സബിക ഉദ്ദേശിച്ചത് ഹാൻസം എന്ന് പറയുന്ന വാക്കല്ലേ ഉദ്ദേശിച്ചത്? നോക്കിയേ, ഹി അവൻ ആകുന്നു. ഹാൻസം സുന്ദരനായ, മാൻ മനുഷ്യൻ. മനുഷ്യനൊരു പേരല്ലേ, ഒരു ആക്ഷൻ അല്ലല്ലോ. അപ്പൊ അത് ആഡ്വർബ് അല്ല, മറിച്ച് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. വന്നപ്പോ തുടങ്ങി അഡ്ജക്റ്റീവും ആഡ്വർബും ആകിയ സമയത്ത് എന്താണ് മാറിപ്പോയാണ്. യെസ്, സംഗതി കറക്റ്റ് ആണ്. പക്ഷെ ഓക്കെ 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 ഓക്കെ. ജസ്റ്റ് അപ്പൊ ഒന്നുകൂടി വേറെ ഒന്നും പറഞ്ഞു. She is dance well. വെൽ, അതിനകത്ത് ഏതാണ് അഡ്ജക്റ്റീവ് ഉദ്ദേശിച്ചത്? സോറി, അഡ്ജക്റ്റീവ് അല്ല, ആഡ്വർബ് ഉദ്ദേശിച്ചത്. വെൽ കറക്റ്റ് ആണ്. ഷീ ഈസ് ഡാൻസിങ്, അവൾ നൃത്തം ചെയ്യുകയാണ്. വെൽ, നന്നായി അല്ല. അപ്പൊ അവളെ അല്ല പറയുന്നത്, അവൾ ചെയ്ത നൃത്തത്തെ, ആ പ്രവൃത്തിയെ വിശേഷിപ്പിക്കുകയാണ്. ഇപ്പൊ ചുമ്മാ സഭയൊക്കെ അറിയാം. ഷീ ഈസ് ഡാൻസിങ് വെൽ. വെരി ഗുഡ്. ശരണ്യ. Yes, sir.
പറഞ്ഞോളൂ ശരണ്യ. ശരണ്യയുടെ കയ്യിലിരിക്കുന്ന ആദ്യ നിങ്ങൾ പറട്ടെ. She cooks neatly. ഷീ കുക്സ് നീറ്റ്ലി. വളരെ വൃത്തിയായിട്ട് അവള് കുക്ക് ചെയ്യുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ്രിയ, ആൻഡ്രിയ, യെസ്. ഈ വേറെ ആരെങ്കിലും ഉള്ളേ? ഭാവന പറഞ്ഞില്ലല്ലോ, മുബീന പറഞ്ഞില്ലല്ലോ. The dog barked loudly. ഓ വെരി ഗുഡ്. ദ ഡോഗ് ബാർക്സ് ലൗഡ്ലി. പട്ടി ഉറക്കെ കുരയ്ക്കുന്നു. ഉറക്കെ കുരയ്ക്കുന്നു. ഓക്കെ, ശരിയാണ്. അപ്പൊ കുരയ്ക്കുന്നതിന് വിശേഷിപ്പ് എങ്ങനെ കുരയ്ക്കുന്നു? ശബ്ദത്തിൽ. ഓക്കെ, ഇനി ആരാണ്? ഭാവന പറഞ്ഞിരുന്നോ? She thought intelligently. ഷീ തോട്ട് ഇന്റലിജന്റ്ലി. അവൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു. വെരി ഗുഡ്. വളരെ ബുദ്ധിപരമായിട്ട് ഭാവന പറയുകയും ചെയ്തു. ഷീ തോട്ട് ഇന്റലിജന്റ്ലി. അല്ല, ചിന്തിച്ചു എന്ന് വിശേഷിപ്പിക്കുക. എങ്ങനെ ചിന്തിച്ചത്? ഇന്റലിജന്റ്ലി. ഇനി ആരാ ബാലൻസ് പറയാനുള്ള ചോദ്യത്തിന് പറഞ്ഞോളൂ. ജസ്റ്റ് എഴുതി കാണിച്ചു. ജസ്റ്റിയുടെ തൊണ്ടയ്ക്ക് വയ്യാത്തതിന്റെ പേരിൽ എഴുതി കാണിച്ചു. ഓക്കെ, ഞാനുമില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ആ ചോദ്യം പിടികിട്ടിയല്ലോ? സംശയമൊന്നുമില്ലല്ലോ. യെസ്. അപ്പൊ സബിക. Yes, sir. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു 2025 തുടക്കം? ഇപ്പൊ രാവിലെ ആരംഭിച്ചിട്ട് 8:33 വരെയായി. Very good, sir. Very good. വെരി ഗുഡ്. എന്നാലും 2-3 വാചകം കൂടി പറയൂ. Today is a fantastic day. Today is a fantastic day. Very good, very good. Okay. Many New Year resolutions. Yes. Okay. Take. And അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് ന്യൂ ഇയർ ആയിട്ട് രാവിലെ മുതലുള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് ഒന്നുകൂടി പറയാം. അപ്പോ എപ്പോൾ എഴുന്നേറ്റ് എന്ന് പറയുന്നു, എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്നു, ന്യൂ ഇയർ സ്പെഷ്യൽ ഐറ്റംസിലോട്ടൊക്കെ നമുക്ക് വരാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, മോട്ടോപ്പേറ്റ് 6 o'clock in the morning. രാവിലെ ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. പിന്നെ പറയാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഐ ബ്രഷ്ഡ് മൈ ടീത്ത് ആൻഡ് ഐ കുക്ക്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച്. അതൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവിടെ തുടങ്ങി ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയും. ഓക്കെ, അപ്പൊ എല്ലാവരും ഇങ്ങനെ ആലോചിച്ച് വെച്ചോട്ടെ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കയ്യിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ചേർത്തോ? യെസ്. സബിക തുടങ്ങി വെച്ചു. ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ സബിയെ സഹായിക്കാം. തുടങ്ങിക്കോ. Today I got up in 5:15. ഓക്കെ, സമയം പറയുമ്പോൾ എപ്പോഴും ഒരു അറ്റ് കൂടി ചേർത്തോ കേട്ടോ. Okay. And I doing my exercise. അപ്പൊ നമുക്ക് ഡൂയിങ് ഉള്ളത് കളഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ പാസ്റ്റ് ടെൻസ് ഐ ഡിഡ് മൈ എക്സസൈസ്. I did my exercise. Okay. And cooked my breakfast. I cooked the breakfast. എല്ലാ കഴിഞ്ഞു പോയപ്പോ പാസ്റ്റ് ടെൻസ് ഐ കുക്ക്ഡ് cooked breakfast. Yes. And ready for my children for their school. And I am going to my neighbor house. Yes. For giving them New Year wishes. Oh, very good. And I did my house work speedily. And Sarboyo. Hello. സാറ് പോയിട്ടില്ല, സാറ് മ്യൂട്ടാണ്. പറഞ്ഞോ. സാറ് വരുമ്പോ വീട് പറയേണ്ടി വരും. സാറ് വരട്ടെ. സാറ് നേരത്തെ പോലെ ടെക്നിക്കൽ പ്രോബ്ലംസ് എന്തെങ്കിലും ആണാവോ? അപ്പോഴത്തേക്ക് പ്രിപ്പയർ ചെയ്തോ? ഞാൻ
സബിക പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോ മ്യൂട്ട് ആയതുപോലെ അറിഞ്ഞില്ല. Yes. Yes, okay, പറഞ്ഞോ. And I did my work speedily. And പറയുന്നത് adverb ആണ്, correct? വീണ്ടും മ്യൂട്ട് ആണ് സാർ. ഹലോ, ഇപ്പൊ പോകണം. ഹലോ. ഓക്കെ. ഓക്കെ പറയാം, സബിക പറഞ്ഞോളൂ. And I'm going to my friend house for their small party. Yes. And enjoying the party with my friends. Okay. And came back to home. Yes. And I'm going to pick my children for their school. തിരിച്ചെടുക്കാനല്ലേ, കുട്ടികളെ കൊണ്ടുവരാനല്ലേ? From the school. Okay. From the school. And at 5 p.m. We will go shopping. Yes. And came back 8 o'clock. I'm attending the class. Now attending. Yes, very good, Sabika. Very good. അപ്പൊ സബികയുടെ ജനുവരി 1 പ്രോഗ്രാമാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ആളുകളുണ്ട്. ശരണ്യ. അപ്പൊ ശരണ്യ നമുക്ക് അല്പസമയം കഴിഞ്ഞിട്ട് വിളിക്കാം. മുബീന. Sir, okay. ഓക്കെ, പറഞ്ഞോളൂ. Today I wake up at 6 a.m. Very good. After praying, Yes. cooked breakfast, dosha and chutney. Yes. Then it gave to my son. Yes. Then my daughter come back from madrasa. Yes. And prepared her for school. Yes. Then I completed all kitchen works. Yes. Then I have some record works. I completed my record works. ഇനി ഇടയ്ക്ക് ഒരു ആദ്യപൂർവ്വം ചേർത്തോട്ടാ. ഓക്കെ, ഗ്യാപ്പ് കിട്ടുമ്പോ എവിടെ നോക്കിയപ്പോ ഐ കംപ്ലീറ്റ് റെക്കോർഡ് വർക്ക് സ്പീഡ്ലി അപ്പൊ ആദ്യപൂർവ്വം കയറിയില്ലേ? After my works, I play with my child sometimes. After reaching my daughter, I prepared food for her. Yes. Then I watched the news, evening news. Unfortunately, it was sad news for a school bus crashed and one child dead. It is very sad news. Today's sad news. Yes. The news all says that the accident. Yes. So mind is all upset. Okay. After that, prayer. Yes. My class started. Very good. Okay, Mubina, very good. നസീമ പറഞ്ഞോളൂ. സാറേ എന്താ പറയാ, ഇന്ന് നടന്ന സംഭവങ്ങൾ ആണ് പറഞ്ഞോളൂ. Today I wake up 5:30 a.m. clock. Yes. I will take bath. Yes. After pray for God. I will pray God.
ആഫ്റ്റർ പ്രേയിങ്, പ്രാർത്ഥനയ്ക്ക് ശേഷം. ഓക്കെ. After praying. Next, I eat before eat tablet. യെസ്. അപ്പൊ നമുക്കത് After എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒറ്റ വാക്കിൽ തരാം. അല്ല, മരുന്ന് കഴിച്ചു. ഐ ടുക്ക് ദ മെഡിസിൻ. ഓക്കെ. I took the medicine. Okay. നല്ല വാക്കതാണ്. ഐ ടുക്ക് ദ മെഡിസിൻ. ഓക്കെ. Okay. After time, sometimes രണ്ട് കുഴപ്പമില്ലായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം എന്നല്ലേ ജസീം ഉദ്ദേശിച്ചത്. അതെ. സംടൈംസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്നർത്ഥം. സം ടൈം എന്ന് പറഞ്ഞാൽ മതി. അപ്പോഴാണ് കുറച്ച് സമയം. സംടൈംസ് ഞാൻ വരും, സംടൈംസ് ചിലപ്പോൾ എന്ന് പറയാം. ആപ്ഷനാണ്. അപ്പൊ ആഫ്റ്റർ സം ടൈം. ഓക്കെ, കറക്റ്റ്. Sometime I eat പുട്ടൻ ചെറുപയർ കറി. യെസ്. ഓക്കെ. പ്രോബ്ലം. ആ ഒരു വാക്ക് എന്താ? പറഞ്ഞോളൂ. Today I am not go outside. അപ്പൊ നമുക്ക് പറയാം, ഇന്ന് ഞാൻ പോയില്ല. ഐ ഡിഡ് നോട്ട് ഗോ ഔട്ട്സൈഡ്. ടുഡേ ഐ ഡിഡ് നോട്ട് ഗോ ഔട്ട്സൈഡ്. I did not go outside. After lunch, after tea. Next, ആഫ്റ്റർ ലഞ്ച് ഐ സ്ലെപ്റ്റ്. ഞാൻ ഉറങ്ങി. slept എവിടെ വരെ? ടിൽ. സമയം പറയാം. till ടിൽ 5 o'clock, 3 o'clock. till 3 o'clock. After 4 o'clock, drink tea. Yes. Next, praying. ഇടയിൽ പ്രേയിങ് ഒക്കെ ഉണ്ട് കേട്ടോ. പ്രേയിങ്. പിന്നെ Yes. ആഫ്റ്റർ പ്രേയിങ് നെക്സ്റ്റ് ഐ വിൽ ക്ലാസ്. I attended the class. I enjoyed the class. Okay. Correct ആണ്. സാറേ 2024 പോകുന്നോടെ ഒരു ചെറിയ ആക്സിഡന്റ് ആയി. അതാണ് ഇങ്ങനെ പറഞ്ഞത്. പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കണം. അതെ. ചെറുതായിട്ട് വണ്ടി ഒന്ന് ഓടിച്ചപ്പോ ഇതായി. വേറൊരു വണ്ടി വന്ന് ഇടിച്ച്, അങ്ങനെ ചെറുതായിട്ട്. അതാണ്. ഇന്ന് വേറെ പണികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കൈ കൊണ്ട്. ഒക്കെ ഹസ്ബൻഡാണ് കുക്കിംഗ് ഒക്കെ. അതാ. ഓ, ശരി. അപ്പൊ സ്ഥിരം വണ്ടി ഓടിക്കാറുള്ളതല്ലേ? ഉള്ളതാണ്. പക്ഷെ അവര് വന്നിട്ട് നമ്മളെ പെട്ടെന്ന് ഇങ്ങോട്ട് എന്താ പറയാ, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഓടിച്ച് അപ്പുറത്ത് വന്ന ഒരു വണ്ടി ഇടിച്ചതാ. അവര് ക്രോസ് ചെയ്തു പെട്ടെന്ന്. അതാ ഉണ്ടായത്. നമ്മളെത്ര ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന നമ്മളെത്ര ശ്രദ്ധിച്ചാലും നമ്മൾ ഓപ്പോസിറ്റ് വരുന്നവര് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ അവരവിടെ നമ്മൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. പക്ഷെ നമ്മള് അവിടെ എത്തുന്ന സമയം ആയപ്പോഴേക്കും പെട്ടെന്ന് ക്രോസ് ചെയ്തു. അതാണ് സംഭവിച്ചത്. ഓക്കെ. Get it well soon. Okay. Thank you. എല്ലാം പെട്ടെന്ന് സുഖമാകട്ടെ. ഓക്കെ. Thank you, sir. Okay. ഓക്കെ. ഇൻഷാല്ലാ. യെസ്. നസീല. Yes, sir. പറഞ്ഞോളൂ നസീല. I got up early at 5:15 a.m. Yes. After my morning routine, I cooked breakfast. അത് നല്ലൊരു ടെക്നിക്കലായ സംഗതിയാണ്. ആഫ്റ്റർ മൈ റൊട്ടീൻ വർക്ക്, പതിവ് ജോലികൾക്ക് എല്ലാത്തിനും ശേഷം. അപ്പൊ അത്രയും വശങ്ങൾ ക്ലിയർ ചെയ്ത് പോയി. വലിയ പറയണ്ട, കുളിച്ചെന്ന് പറയണ്ട, വേറെ ഒന്നും പറയണ്ട. ഒക്കെ കൂടി അല്ലാതെ ഓരോണ്ടതിലങ്ങനെ ഫിക്സ് ചെയ്ത്. അതാണ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ 10 വാചകം കൊണ്ട് പറയാൻ പറ്റുന്ന സാധനം 2 വാചകം 3 വാചകം ഒതുക്കുക. പവർ ഓഫ് കോംപ്രഹെൻഷൻ ചുരുക്കി പറയാന്നില്ലേ. നസീല, കീപ് ഇറ്റ് വെരി ഗുഡ്. ആഫ്റ്റർ ദ റൊട്ടീൻ വർക്ക്, ദൈനംദിന ജോലികൾക്ക് ശേഷം. ഓക്കെ, വെരി ഗുഡ്. I called my daughters from bed and wished a happy new year. So they got up suddenly and wished me happy new year in return. Yes, very good. I prepared lunch for school and after having breakfast, I sent them to school. Yes.
Then some guests came to our house. Yes. After our lunch, I made chicken cutlet for snacks. Very good. Yes. After Maghrib prayer, I wrote some record works till 8 Yes. o'clock. And Yes. I joined in our English class as usual. Yes. Very good. Very good. Nasira, Thank you. very good. ഒരു വൃത്തി ഉണ്ടായിരുന്നു. വെരി ഗുഡ്. നല്ല എന്താ പറയുക, ചില ആളുകൾ സംസാരിക്കുമ്പോൾ അച്ചടി ഭാഷ പറയുന്ന പോലെ അച്ചടി ഭാഷയിലാണ് നസീറ പറഞ്ഞത്. വെരി ഗുഡ്. കീപ് ഇറ്റ്. നന്നായിട്ട്. വെരി ഗുഡ്. വെരി ഗുഡ്. യെസ്. ആൽഫയിലേക്കും Yes, ആൽഫ. sir. പറഞ്ഞോളൂ. Okay. We came back from church after meeting at 3 a.m. Yes. So slept at 4 a.m. Yes. Oh. Got up at 8. Yes. Did my daily routines and finished the kitchen works Yes. speedily. Ate my breakfast. Then cleaned the surroundings. Ate lunch and slept again. Yes. It was 5 p.m. when I opened my eyes. Yes. Feeling so bored and sleepy, went for bath and conduct the prayer. Yes. Ate my dinner and now I am attending my English class. Very good. Very good. Very good. Okay. Okay. You are also നല്ല സ്മാർട്ട് ആയിട്ട് പറഞ്ഞു. ഇറ്റ് വാസ് ആൾസോ നസീറ പറഞ്ഞ പോലെ നീറ്റ് ആൻഡ് ക്ലീൻ. വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഇനി ആൻസൽ ആൻഡ് ജോസഫ്. ആൻസൽ ആൻഡ് ജോസഫ് റിയാക്ട് ചെയ്യുന്നില്ല. ജസ്റ്റിനോട് ഞാൻ പറയുന്നില്ല, കാരണം ജസ്റ്റിനോടേക്ക് തൊണ്ടവേദനയാണെന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ശരണ്യ. പറഞ്ഞോളൂ ശരണ്യ. Today I woke up at 6 o'clock in the morning. Very good. Then I cooked breakfast and lunch for my family. Yes. After my daily routine. Yes. Then I worked. I cleaned my home as usual. Yes. Then when my husband came, we went to his sister's home. Yes. Her mother is very sick, so Yes. we went to see her. Yes. So and we came back at 8 o'clock. Yes. Then we take our dinner. Yes. And currently I am attending my online class. Yes. കുഴപ്പമില്ല. കറന്റിലി ഒക്കെ നല്ല വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അറ്റ് പ്രസന്റ് നമ്മൾ പകരം കറന്റിലി. ഓക്കെ. വെരി ഗുഡ് ശരണ്യ. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. ഇനി ആരെങ്കിലും പറയാൻ ബാലൻസ് ഉണ്ടോ? എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലേ? യെസ്. അപ്പോ 2025 നിങ്ങളുടെ തുടക്കം വളരെ മനോഹരമായിരുന്നു എന്ന് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. അപ്പൊ ഇതിന്റെ ഐശ്വര്യത്തിന് വേണം ഈ വർഷങ്ങൾ മുഴുവൻ അങ്ങോട്ട് പോവാൻ, അല്ലെ? നമ്മൾ കാബൂളിവാല സിനിമയിൽ പറയുന്ന പോലെ ഈ 1-ാം തീയതി ഈ ഐശ്വര്യത്തിന് വേണം ഈ വർഷം മുഴുവൻ അങ്ങോട്ട് പോകാൻ എന്ന് പറഞ്ഞ പോലെ ഈ ഐശ്വര്യത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ 2025 നിങ്ങൾക്ക് നല്ലൊരു ആൽഫ നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന്, അല്ലെ? അപ്പോയിന്റ്മെന്റ് ഓർഡർ നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കുന്ന, സ്വന്തമായിട്ട് വരുമാനം ലഭിക്കുന്ന നല്ലൊരു വർഷമായിട്ട് 2025 മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജീവിതത്തിലെ ഉയർച്ചകൾ നേടുന്ന ഒരു 2025 എന്ന് ഓർമ്മിക്കാൻ പറ്റുന്നത് ഒരു വർഷമായിട്ട് മാറട്ടെ എന്നത്. നമുക്കിപ്പോ നമ്മുടെ വിവാഹ വാർഷികം, അല്ല, വിവാഹം നടന്ന കൊല്ലം, ആദ്യമായിട്ട് നമുക്ക് കുട്ടി ജനിച്ച വർഷം, ഇതൊക്കെ നമ്മൾ ഓർമ്മയിൽ വെക്കൂലേ എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ജോലി കിട്ടിയ നാള് എന്ന് പറഞ്ഞ് ഓർമ്മിക്കാനായിട്ട് 2025 നിങ്ങൾക്ക് കാരണമാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതൊക്കെ സംഭവിക്കാറുണ്ട്. മറ്റുള്ളവരെ ആശംസിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാലേ. അപ്പൊ അതുകൊണ്ട്
സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്തെങ്കിലുമൊക്കെ അപേക്ഷകൾ നാട്ടിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാണ്ടെങ്കിൽ അവരതൊക്കെ കൊണ്ടുവന്ന് എഴുതരും. പക്ഷെ അതൊക്കെ ഞാൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വിജയത്തിൽ കൊള്ളാറുണ്ട്. എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വിജയത്തിൽ കൊള്ളാറുമില്ല. അപ്പൊ അത് താങ്ക് യു സാർ, ആത്മാർത്ഥമായിട്ട് പറയല്ലോ, അതുകൊണ്ടാണ് എല്ലാം ശരിയാവുന്നത്. താങ്ക് യു സർ. ഓക്കെ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, വരാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ അല്പം ലേറ്റ് ആയിട്ടെങ്കിലും വരുന്നത്, അല്ലേ? പിന്നെ നമുക്ക് രജനീകാന്ത് പറഞ്ഞ പോലെ പറയാം, ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുവേ എന്ന് പറഞ്ഞ പോലെ അല്പം ലേറ്റ് ആണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വരാം. യെസ്. അപ്പൊ നിങ്ങളുടെ എല്ലാ വിജയത്തിനുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ ഇന്ന് ആറ്റോറപ്പാണ് പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഇത്രയും പേർക്ക് ഒരു ആശംസ പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പറ്റും. 2025 കുറിച്ചും കഴിഞ്ഞുപോയ 2024 കുറിച്ചും അതിനോടൊപ്പം തന്നെ 2025 എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് ഒരു ആശംസ പറഞ്ഞുകൊണ്ട് 2025 നിങ്ങൾ ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 2 വാക്ക് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾ ആലോചിക്കും, അതായത് ഇപ്പൊ നമ്മൾ പ്രസംഗ മത്സരത്തിലേക്ക് വിളിക്കുമ്പോഴേ ആദ്യത്തെ ആളെ നമ്മൾ പ്രസംഗിക്കാൻ കയറ്റുമ്പോഴായിരിക്കും രണ്ടാമത്തെ ആൾക്ക് വിഷയം കൊടുത്തത്. അപ്പൊ ആദ്യത്തെ ആൾ 5 മിനിറ്റ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള 5 മിനിറ്റാണ് രണ്ടാമത്തെ ആൾക്ക് ആലോചിക്കാൻ സമയം കിട്ടുക. നേരത്തെ കൊടുക്കില്ല. രണ്ടാമത്തെ ആൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മൂന്നാമത്തെ ആൾക്ക് വിഷയം കൊടുക്കുക. അപ്പോ ആദ്യം പ്രസംഗിച്ച ആളെ ഇനി പ്രസംഗിക്കാനുള്ള ആൾക്കാരുടെ അരികത്തേക്ക് വിടയില്ല, മാറ്റി നിർത്തും. അപ്പൊ ഒരു വിഷയം പറഞ്ഞു കൊടുക്കും. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റോക്ക് ഉണ്ടാവണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊരു ക്ലാസ്സിൽ ഒരു ടീച്ചറില്ല, ഈ ക്ലാസ്സിലോട്ട് ഒന്ന് കയറുക എന്ന് പറയുമ്പോൾ, അയ്യോ അവിടെ ചെന്നിട്ട് എന്താണ് ഞാൻ പറയാ, ഒന്ന് ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്ന് റെഡിയായിട്ട് വന്നേനെ എന്ന് പറയരുത്. ഓക്കെ, കയറണോ? കയറി. അത് കഴിഞ്ഞപ്പോ HM പറയുന്നത്, അയ്യോ ടീച്ചറെ അപ്പുറത്തെ ക്ലാസ്സിനോട് അടുത്ത് ആ ടീച്ചർ വയ്യാണ്ടിരിക്കുകയാണ്, അപ്പൊ ഒന്ന് കയറിയിരിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? ഒരു സ്റ്റോക്ക് ഉണ്ടാവണം എപ്പോഴും കയ്യിൽ. എവിടെ വീട് കഴിഞ്ഞാലും പൂച്ച 4 കാലിൽ വീടെന്ന് പറഞ്ഞ പോലെ ഒരു വെടിക്കുള്ള മരുന്ന് സ്റ്റോക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. യെസ്. അപ്പൊ അതുപോലെ ആൽഫ, ഞാൻ ആൽഫയെ വിളിക്കുകയാണ്. പറഞ്ഞോളൂ. ഒരു പ്രിയപ്പെട്ട സഹപാഠികളെ, 2024 വിട പറഞ്ഞു, 2025 കടന്നു വന്നു. ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓക്കെ അങ്ങനെ പറഞ്ഞ് ആരംഭിച്ചോളൂ. മലയാളത്തിലാണോ സാർ? ഇംഗ്ലീഷിലാണ് ഉദ്ദേശിച്ചത്. ധൈര്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞോ, ഇല്ലെങ്കിൽ മലയാളത്തിലായാലും മതി. ലാംഗ്വേജ് ഈസ് യുവർ ഓപ്ഷൻ. അത് ഞാൻ ആൽഫയ്ക്ക് വിട്ടു തരുന്നു. 5 മിനിറ്റ് സമയം. ഓക്കെ, ധൈര്യമായിട്ട് പറഞ്ഞു. First of all, I wish all a happy new year. Yes. And may God bless you everyone this year with all your wishes. And here we know we are ready to become a good teachers. And as we all said last class, we all are going to our course is going to finish in 2 months, within 2 months. So we all are ready to become a good teachers, and may God bless everyone to become a good teachers in 2025 itself. And I am very much lucky to have friends like you all. And may this year bring all the happy and all your wishes come true. Thank you. ഓക്കെ, വെരി ഗുഡ് ആൽഫ, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ ആയിട്ടുണ്ട്, വെരി ഗുഡ്. ഞാനിപ്പോ പറഞ്ഞപ്പോ അധികം നേരം ആലോചിക്കാനായിട്ട് ആൽഫയ്ക്ക് സമയം കിട്ടിയിട്ടില്ല. 5 മിനിറ്റോടെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അതിനുള്ളിൽ ഇത് പറഞ്ഞില്ലേ? ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. വെരി ഗുഡ്, വെരി ഗുഡ്. യു ആർ വെരി ടാലന്റഡ്. Thank you, sir. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്ത ആരാണ് പറയണത്? ഒരാൾക്കും കൂടി ചാൻസ് തരും. ഞാൻ ഇനി ആളുടെ പേര് പറയുന്നില്ല, ആർക്കുണ്ടെങ്കിലും പറയാം. മലയാളത്തിൽ പറഞ്ഞാലും ഇന്നത്തെ ഒരു ദിവസമായതുകൊണ്ട് അത് അംഗീകരിച്ചു. ഹായ്,
പറയാം. Yes, Nasima, very good, very good. Good evening, all of you. Happy New Year. മലയാളത്തിൽ പറയാം സാർ. അപ്പം Okay. 2024 സാറ് പോയോ? മ്യൂട്ടാണ് സാറേ. Okay. അതിവിടെ കംപ്ലൈന്റ് പറ്റിയതാണ്. പറഞ്ഞോളൂടാ. 2024 നമ്മളിൽ നിന്നും കടന്നുപോയി. 2024 നമ്മൾ പിന്നെ സ്മാർട്ട് ശ്രീയുടെ ഈ ഒരു കോഴ്സിൽ മോണ്ടിസോറിയുടെ കോഴ്സിന് ടീച്ചിങ് കോഴ്സിൽ ചേർന്ന് വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ കോഴ്സ് ചേർന്നിട്ടുള്ളത്. നമ്മളൊരു ടീച്ചർ ആവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ PG കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവരും +2 കഴിഞ്ഞവരും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മളുടെ ലക്ഷ്യം, അതിലെത്താൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ജിഷ മാമിന്റെ ക്ലാസ് ആണെങ്കിലും പിന്നെ സാറിന്റെ ക്ലാസ് ആണ്, ഇംഗ്ലീഷ് ക്ലാസ് ആണെങ്കിലും അശ്വതി മാമിന്റെ ക്ലാസ് ആണെങ്കിലും എല്ലാം നല്ലതായിട്ട് നമ്മളൊരു എന്താ പറയാ ഓൺലൈൻ ആണെന്ന് നമുക്ക് തോന്നാറില്ല. എപ്പോഴും ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അത്രയ്ക്കും നല്ല ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന് അവരോട് തന്നെ താങ്ക്സ് പറയണം. പിന്നെ നമ്മൾ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു നമുക്കൊരു മനസ്സിനൊരു ശക്തി വേണം. കാരണം നമ്മൾ അവിടെ തളർന്നു പോകരുത്. ഇപ്പൊ 2024 ലാസ്റ്റ് ആവുമ്പോ എനിക്ക് 20-ന് ശേഷം ഈ 10 ദിവസം ഞാന് മോൾക്ക് സുഖമില്ലാണ്ടായി, പിന്നെ എനിക്ക് സുഖമില്ലാണ്ടായി. അപ്പോഴും നമ്മൾ എന്ത് ഒരു പിന്നെ ഇത് വന്നാലും അസുഖങ്ങൾ വന്നാലും പിന്നീട് അതിന് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാലം വരും. അത് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക. പിന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരേ ഒരു ഇതിൽ നിൽക്കണം എന്നില്ല. ഇപ്പൊ ഓൺലൈനായിട്ട് ഒരുപാട് ജോബുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ നമ്മൾ ആ ജോബിലും കൂടെ ഏർപ്പെട്ട് നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് മോണ്ടിസോറിയിൽ വന്നത്. അപ്പൊ നല്ലൊരു ഗുഡ് ടീച്ചറായിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല കുട്ടികളോട് നല്ല ബിഹേവിയർ ചെയ്ത് നല്ല രീതിയിൽ നല്ല ടീച്ചറായിട്ട് മാറാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും നമ്മൾ നാളെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങളെ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു ഇതും കൂടെ നമ്മളെ സമ്പാദ്യത്തിൽ നിന്നും ഒരു തുക അവർക്ക് വേണ്ടി എപ്പോഴും മാറ്റി വെക്കണം എന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഈ 2025 നല്ലൊരു വർഷമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും സാറ് പറഞ്ഞതുപോലെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Very good. Okay, Nasima, you have the talent to become a good teacher. Very good. Thank you, sir. Very good. ഇത് 4 കാര്യത്തിന് വേണം പഠിക്കണ്ട. ആ ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ പോയി പറഞ്ഞു കഴിഞ്ഞാലും പിടിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 2025 പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ടും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്ററായിട്ട് കാണാം. ഓക്കെ, ബൈ. ഓക്കെ, Thank you, sir. Good Thank you, night. sir. Good night. Good night, sir. ഓക്കെ, ഗുഡ് നൈറ്റ്. Thank you, sir.